If you're a planning person, then this is something that you would love to do. Even if you are not a planning person, I would definitely request you to watch the video till the end. And ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സെൻസിബിൾ ആയിട്ട് തോന്നിയാൽ then please do consider trying this. Hi guys, welcome back to my channel. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ you're most welcome to my channel. നിങ്ങൾ കൃത്യസമയത്താണ് വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പോവാണ്. ഈ ലിസ്റ്റ് ഞാൻ എനിക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു ലിസ്റ്റായിരുന്നു ബിക്കോസ് ഐ ഡെസ്പെറേറ്റ്ലി വാണ്ടഡ് ടു ഡൂ സം തിങ്സ് ടു ഫിനിഷ് ഓഫ് 2020 ഇൻ എ ഗുഡ് നോട്ട് ആൻഡ് ദെൻ സ്റ്റാർട്ട് 2021 ഫ്രഷ്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് തിങ്സ് ടു ഗെറ്റ് ഡൺ ബിഫോർ 2021. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ മെയിൻ 4 ഹെഡ്സ് ആയിട്ട് ഡിവൈഡഡ് ആണ്. അതിനുള്ളിൽ കുറച്ച് സബ് പോയിൻറ്റ്സും പ്ലസ് എൻ്റെ വക കുറച്ച് ബോണസ് ടിപ്സും ഉണ്ട്. സോ പ്ലീസ് വാച്ച് ടിൽ ദി എൻഡ്. ആദ്യമേ ഞാൻ ഒരു കാര്യം പറയാം. ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ദൈവമേ ഇത്രയും കാര്യങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്രയും കാര്യം ഞാൻ ഇനി തുടങ്ങിയാൽ തീരുമോ, ഇതൊക്കെ എന്ന് ചെയ്ത് തീർക്കാനാ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള പരിഹാരവും എൻ്റെ ഈ വീഡിയോൻ്റെ എൻഡിൽ ഞാൻ പറയുന്നതായിരിക്കും. സോ പ്ലീസ് കണ്ടിന്യൂ വാച്ചിങ് ദിസ് വീഡിയോ ടിൽ ദി എൻഡ്. ഞാൻ ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഇൻ്റർ കണക്റ്റഡ് ആൻഡ് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളാണ്. സോ പ്ലീസ് ഡോണ്ട് സ്കിപ്പ് ഇൻ ബിറ്റ്വീൻ ഇൻ ദിസ് വീഡിയോ. ഇനി നമുക്ക് ആദ്യത്തെ പോയിന്റിലോട്ട് കിടക്കാം. ദി ഫസ്റ്റ് പോയിന്റ് ഇസ് ഡീക്ലറ്ററിങ് ആൻഡ് ഓർഗനൈസിങ്. ഇതൊരുവിധം എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെ ആയിരിക്കും അല്ലേ. ഇയർ എൻഡ് ആകുമ്പം വീടൊക്കെ ഒന്ന് ഡീക്ലട്ടർ ചെയ്ത് ഓർഗനൈസ് ചെയ്യാന്ന് പറയുന്നത്. അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് പറയാം. ബേസിക്കായിട്ട് നമ്മുടെ പരിസരം ഒന്ന് വൃത്തിയാക്കാം, അത് തന്നെയാണ് കാര്യം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡീക്ലട്ടറിങ് ആണ്. ദാറ്റ് ഈസ് ടു ടേക്ക് ഔട്ട് ഓൾ ദി അൺനെസസറി തിങ്സ് ഔട്ട് ഓഫ് യുവർ ലൈഫ്. നമ്മുടെ ചുറ്റും നമുക്ക് വേണ്ടാത്ത കുറേ സാധനങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യാത്ത സാധനങ്ങളുണ്ടാവും. ഇനി അതും അല്ലെങ്കിൽ നമ്മളൊരു ആവേശത്തിന് വാങ്ങി യൂസ് ചെയ്യാത്തതും ഇനിയൊട്ട് യൂസ് ചെയ്യാനും പോയില്ലാത്ത കുറച്ച് സാധനങ്ങളും ഉണ്ടാവും. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യു നീഡ് ടു ഗെറ്റ് ഇറ്റ് ഔട്ട് ഓഫ് യുവർ ലൈഫ്. ഇതുപോലെ യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ ഡിസ്കാർഡ് ചെയ്യുക. ഡിസ്കാർഡ് ചെയ്യുക എന്ന് ഞാൻ പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ്ലി എടുത്ത് കളയുക എന്നല്ല കേട്ടോ. If some things are in good condition, please do consider sharing it with your friends, relatives or neighbors ഒക്കെ. നിങ്ങൾ യൂസ് ചെയ്യാത്തൊരു സാധനമാണ് പക്ഷെ അത് നല്ല കണ്ടീഷനിലാണെങ്കിൽ ഷെയർ ചെയ്യുക. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ചെറിയൊരു പോക്കറ്റ് മണി പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി റീസെൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണെങ്കിൽ. ഇനി അതും അല്ലെങ്കിൽ യു ക്യാൻ കൺസിഡർ ഡൊണേറ്റിംഗ് അല്ലേ. അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റിയതിന് ശേഷം അടുത്ത് ചെയ്യേണ്ട കാര്യമാണ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ റൂമിലുള്ള സാധനങ്ങൾ നമ്മളത് ഓർഗനൈസ് ചെയ്ത് അതിന് ഓരോ സ്ഥലങ്ങൾ അലോട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ചെറിയൊരു മേക്ക് ഓവർ പോലെ നമ്മുടെ റൂമിന് ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഗിവ് യു സം സോർട്ട് ഓഫ് ഒരു പോസിറ്റീവ് വൈബ് തരും അല്ലേ. എനിക്കറിയാം ചിലവരുണ്ട് ദേ ആർ ബോൺ മെസ്സി. അവർക്ക് മെസ്സി ആയിട്ടുള്ള റൂംസാണ് ഇഷ്ടം, അവർക്ക് മെസ്സി ആയാൽ മാത്രമേ ക്രിയേറ്റീവ് ആവാൻ പറ്റുള്ളൂ എന്നൊക്കെ കംപ്ലൈൻറ്റ് ഉള്ള കുറേ പേരുണ്ട്. അവർക്ക് അതാണ് കംഫർട്ടബിൾ എങ്കിൽ യു ഗൈസ് പ്ലീസ് ഫോളോ ദാറ്റ്. എന്താണോ നിങ്ങൾക്ക് കംഫർട്ട് അതിനനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും ടൈഡി ആയിട്ട് വെക്കുന്നത് തന്നെയാണ് നല്ലൊരു ഓപ്ഷൻ. പക്ഷേ ഇഫ് യു ആർ എ മെസ്സി പേഴ്സൺ ആൻഡ് ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് ദോസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ, പ്ലീസ് ഡു കണ്ടിന്യൂ. ഈ ഓർഗനൈസിങ്ങും ഡീക്ലട്ടറിങ്ങും ദിസ് ഇസ് നോട്ട് ജസ്റ്റ് മെൻറ്റ് ഫോർ ഫിസിക്കൽ തിങ്സ്, ദിസ് ഇസ് ഓൾസോ മെൻറ്റ് ഫോർ ഡിജിറ്റൽ തിങ്സ്. ഡിജിറ്റൽ എന്ന് ഞാൻ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫോൺ, ലാപ്ടോപ്പ്, ഈ വക സംഭവങ്ങളൊക്കെയാണ്. കുറേ നാളായിട്ട് നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന ആപ്സ് എത്രയോ നമ്മുടെ ഫോണിൽ കാണും. അതങ്ങോട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. പിന്നെയുള്ള നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഇമെയിൽസ്. പ്രൊമോഷണൽ ഇമെയിൽസ് കൊണ്ട് നമ്മുടെ ഇമെയിൽസ് ഫുള്ളായിരിക്കും അല്ലേ. സോ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ അതൊന്ന് ഡീക്ലട്ടർ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. സോ ദിസ് ഈസ് ദി പെർഫെക്റ്റ് ടൈം ഫോർ ഡൂയിങ് ഓൾ ദീസ് തിങ്സ്. അതുകൊണ്ട് ഇമാതിരി സംഭവങ്ങളൊക്കെ ഒന്ന് ഡീക്ലട്ടർ ചെയ്ത് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയ. നമ്മൾ പലപ്പോഴും ഇങ്ങനെ വെറുതെ ഇരുന്ന് സ്ക്രോൾ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അല്ലേ. അത് നമ്മളെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ്.
സോ സോഷ്യൽ മീഡിയ ഡീക്ലട്ടറിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് അൺഫോളോ അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റേ അവേ ഫ്രം പീപ്പിൾ ഓർ എനിത്തിങ് വിച്ച് ഗിവ്സ് യു നെഗറ്റീവ് വൈബ്. ഇഫ് സം അക്കൗണ്ട് ഗിവ്സ് യു എ നെഗറ്റീവ് വൈബ്, ഇഫ് ഇറ്റ് മേക്സ് യു ഫീൽ ബാഡ് ഇൻ ജനറൽ, പ്ലീസ് സ്റ്റേ അവേ ഫ്രം ഓൾ ദോസ് അക്കൗണ്ട്സ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മുടെ അക്കൗണ്ട്സ്. ദാറ്റ് ഈസ് ബാങ്കിലെ അക്കൗണ്ട്സ് ഒക്കെയാണ് ഞാൻ പറയുന്നത്. ദാറ്റ് ഈസ് ഇൻ ജനറൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കുക. പല സമയത്ത് നമ്മുടെ കയ്യിൽ കുറച്ച് എമൗണ്ട് കാണും, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ കുറച്ച് എമൗണ്ട് കാണും, നമുക്ക് ആരെങ്കിലുമൊക്കെ പൈസ തരാനുണ്ടാവും. ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ തിരക്കിന് വിട്ടുപോയി എന്ന് വരും, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്ന് വരും, എത്ര വന്നു പോയി എന്നൊക്കെ ഉള്ളത്. സോ ദിസ് ഈസ് ദി പെർഫെക്റ്റ് ടൈം ടു ചെക്ക് യുവർ അക്കൗണ്ട് ഡീറ്റെയിൽസ്. എത്ര നിങ്ങളുടെ അക്കൗണ്ടിലുണ്ട്, നിങ്ങളുടെ കയ്യിലുള്ളത് എന്തെങ്കിലും അക്കൗണ്ടിലോട്ട് ഇടാനുണ്ടോ, അക്കൗണ്ടിലുള്ളത് നിന്ന് സേവിങ്സിലോട്ട് മാറ്റാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പേയ്മെൻറ്റ്സ് പെൻഡിങ് ഉണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും തരാനുണ്ടോ പൈസ, ഒന്ന് ചെക്ക് ചെയ്ത് ആ ഒരു വിഭാഗം കറക്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ആയിരുന്നു ഡീക്ലട്ടറിങ് ആൻഡ് ഓർഗനൈസിങ്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് മെയിൻ ഹെഡിലോട്ട് കടക്കാം. ദാറ്റ് ഈസ് റിഫ്ലക്റ്റിംഗ് ഓൺ 2020. എന്താണ് ഈ റിഫ്ലക്റ്റിംഗ് ഓൺ 2020 എന്ന് വെച്ചാൽ നമ്മുടെ 2020 നടന്ന കാര്യങ്ങളിലോട്ട് ഒരു തിരിച്ചുപോക്ക് അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക്. അതാണ് റിഫ്ലക്റ്റിംഗ് ഓൺ 2020. ഇതിലിനി 3 സബ് ഡിവിഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് ബ്രെയിൻ ഡംപിങ്. ബ്രെയിൻ ഡംപിങ് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതെന്ത് ഇത് എന്ന് തോന്നുമായിരിക്കും. വലിയ സംഭവമൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ മനസ്സിലും നമ്മുടെ തലയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡംപ് ചെയ്യാം. അതാണ് ബ്രെയിൻ ഡംപിങ്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ആലോചനയിലൂടെ ചെയ്യാം, ബട്ട് ഇറ്റ് വിൽ ബി ഓൾവേസ് ബെറ്റർ ഇഫ് യു കുഡ് ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ. ബിക്കോസ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇസ് സംതിങ് വെരി പവർഫുൾ വിച്ച് വി ആർ അണ്ടർ റേറ്റിംഗ്. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഈ പ്രോസസ്സ് ഒന്ന് എഴുതിയിടാൻ നോക്കുക കേട്ടോ. എങ്ങനെയാണ് ഈ ബ്രെയിൻ ഡംപിങ് ചെയ്യുക? ഈ ബ്രെയിൻ ഡംപിങ്ങിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാസ്റ്റ് ഇയർ 2020 ആ വർഷം നടന്ന സംഭവങ്ങളെല്ലാം ഒന്ന് ഓർത്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിലെന്തായാലും പോസിറ്റീവ്സും നെഗറ്റീവ്സും നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇറ്റ് ഈസ് ഓൾ ഫൈൻ. നമുക്ക് ഓർക്കാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് എഴുതാൻ ശ്രമിക്കാം. എസ്പെഷ്യലി നെഗറ്റീവ്സ് അല്ലെങ്കിൽ നമ്മളെ സങ്കടപ്പെടുത്തിയ കാര്യങ്ങൾ ഉറപ്പായിട്ടും എഴുതുക കേട്ടോ. ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം നടന്ന എല്ലാ സന്തോഷമുള്ള കാര്യങ്ങളും ഓർത്തെടുക്കുന്നത് നമുക്ക് എപ്പോഴും മനസ്സിനൊരു സുഖം തരുന്ന കാര്യമാണ് അല്ലേ. ഇനി നെഗറ്റീവ്സ് അല്ലെങ്കിൽ നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഇത് ഓർക്കുന്നതിലൂടെ നമുക്കുള്ള മേജർ ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഏതൊരു സങ്കടപ്പെടുത്തുന്ന കാര്യത്തിലും അല്ലെങ്കിൽ ഏതൊരു പ്രശ്നത്തിലും നമുക്കൊരു പാഠം പഠിക്കാനുണ്ടാവും. അതിലെ ആ പാഠം അല്ലെങ്കിൽ അതിലെ ആ പോയിൻ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതുമാത്രമല്ല, ചില സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് ഭാവിയിൽ എങ്ങനെ വരാതിരിക്കാം, എങ്ങനെ അങ്ങനത്തെ ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്യാം എന്നുള്ളതിനുള്ള ഉത്തരവും നമുക്കതിലൂടെ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ്സിനെ കുറച്ചുകൂടെ ഒന്ന് എംഫസിസ് ചെയ്ത് അതൊന്ന് എന്തായാലും എഴുതിയിടാൻ നോക്കുക. എഴുതിയിടുന്നതിലൂടെ വേറൊരു ഉപകാരവും കൂടി ഉണ്ട്. ആ ഒരു നെഗറ്റീവ് കാര്യം അല്ലെങ്കിൽ ആ ഒരു സങ്കടപ്പെടുത്തിയ ഒരു കാര്യം നമ്മൾ എഴുതിയിടുന്നതിലൂടെ നമ്മൾ ആ കാര്യത്തിനെ നമ്മുടെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും നമ്മുടെ മൈൻഡിൽ നിന്നൊക്കെ നമ്മൾ അതിനെ എടുത്ത് കളയാണ്. ദാറ്റ് ഈസ് എഴുതി അതങ്ങ് ഡിസ്കാർഡ് ചെയ്യാണ്. ഇനി നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കില്ല അല്ലെങ്കിൽ അതേക്കുറിച്ച് ഓർത്ത് റിഗ്രറ്റ് ചെയ്യില്ല. വിച്ച് ഇസ് ഡൺ ഇസ് ഡൺ. ഇനി നമ്മൾ അതേക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. So brain dumping is one of the important process that you need to do before 2021. ഇനി ഈ ബ്രെയിൻ ഡംപിങ് എങ്ങനെ ചെയ്യാം? ബ്രെയിൻ ഡംപിങ് ചെയ്യുന്നതിന് എൻ്റെ കയ്യിൽ 2 വേസ് ഉണ്ട് കേട്ടോ, 2 ഈസി മെത്തേഡ്സ്. ഇത് എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയ 2 കാര്യങ്ങളാണ് കേട്ടോ. ജേർണൽ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ എന്നും അന്നന്നത്തെ കാര്യങ്ങൾ നിങ്ങൾ ഡയറിയിൽ കുറിച്ചിടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഈ വർഷത്തെ ജേർണൽ ഒന്ന് വായിച്ചു നോക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു വർഷത്തെ സംഭവബഹുലമായ എല്ലാ കാര്യങ്ങളും കിട്ടും. ഇനി അതല്ല, ജേർണൽ എന്നും എഴുതാത്തവരാണെങ്കിൽ വേറൊരു എളുപ്പവഴി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോട്ടോ ഗാലറി. ഫോട്ടോ ഗാലറി ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ലൈഫിലെ പല സന്തോഷമുള്ള മൂമെൻറ്റ്സും അല്ലെങ്കിൽ പല ഇമ്പോർട്ടൻറ്റ് മൂമെൻറ്റ്സും നമുക്ക് അതിൽ കിട്ടും. അത് തന്നെ നമുക്ക് ഒരു ത്രോ ബാക്ക് പോലെ തന്നെയാണ് അല്ലേ. നെഗറ്റീവ്സ് നമുക്ക് എപ്പോഴും കിട്ടിയെന്ന് വരില്ല, ബിക്കോസ് നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ ഫോട്ടോ എടുത്ത് വെക്കില്ലായിരിക്കുമല്ലോ മോസ്റ്റ്ലി.
സോ അങ്ങനെയുള്ളൊരു കാര്യം കിട്ടിയെന്ന് വരില്ല, അത് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആരെങ്കിലും മറക്കുമോ? അത്ര പെട്ടെന്ന് ഇല്ല. അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടാൻ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. സോ യു ക്യാൻ ചൂസ് ഐദർ ഓഫ് ദി വേസ്. ജേർണലിങ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ജേർണൽ വായിച്ച് നോക്കുക. അതല്ല, നിങ്ങൾ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുത്ത് ഒരു ഫോട്ടോ ഗാലറി ഉള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് ഇയറിലെ ഫോട്ടോഗ്രാഫ്സിലൂടെ ഒക്കെ ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഓർമ്മ വരും. അതിനുള്ള ഒരു എളുപ്പ വഴിയാണ് ഞാൻ പറയുന്നത്. ബട്ട് സ്റ്റിൽ യു നീഡ് ടു ഫൈൻഡ് സം ടൈം ഫോർ യുവർ സെൽഫ് ടു. എന്നാൽ മാത്രമേ ശരിക്കും അങ്ങോട്ട് 100% ജസ്റ്റിസ് നമുക്ക് ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ആഫ്റ്റർ ബ്രെയിൻ ഡംപിങ്, നെക്സ്റ്റ് പോയിന്റ് ഇസ് നോയിങ് യുവർ സെൽഫ്. നോയിങ് യുവർ സെൽഫ് എന്ന് പറയുമ്പം എല്ലാവർക്കും നമുക്ക് നമ്മളെ തന്നെ അറിയാം എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ പലപ്പോഴും അത് തെറ്റായ ഒരു ധാരണയാണ്. നമുക്ക് നമ്മളെ കംപ്ലീറ്റ്ലി അറിയില്ല. നമ്മൾ നമുക്ക് വേണ്ടി ടൈം കൊടുത്ത് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് ഡീപ്പായിട്ട് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ നമ്മുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിലുണ്ടായ ഇവൻസും മാത്രം അനാലിസിസ് ചെയ്താൽ പോരാ. ഇടയ്ക്കൊക്കെ നമ്മളെ തന്നെ നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് നമുക്ക് എങ്ങനെ നമ്മളെ തന്നെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ആ ഒരു പ്രോസസ്സ് ചെയ്യും എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരം എൻ്റെ കയ്യിലുണ്ട്. ഈ നോ യുവർ സെൽഫ് എന്ന പ്രോസസ്സിൽ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ലൈഫിലെ പല ആസ്പെക്ട്സിനെയാണ്. ദാറ്റ് ഈസ് റിലേഷൻഷിപ്സ്, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത്, അല്ലെങ്കിൽ പ്രൊഫഷണൽ കാര്യങ്ങൾ, ഫിനാൻഷ്യൽ കാര്യങ്ങൾ, നമ്മുടെ ഗോൾസ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഫൈൻഡ് ചെയ്തൊരു പെർഫെക്റ്റ് വേ, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ആപ്ലിക്കബിൾ ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടു ഗെറ്റ് പ്രോംപ്റ്റ്സ് ത്രൂ ക്വസ്റ്റ്യനെയർ. ക്വസ്റ്റ്യനെയർ എന്ന് വെച്ചാൽ നമുക്കിപ്പം പിൻട്രസ്റ്റ് അല്ലെങ്കിൽ ഗൂഗിളിൽ കുറേ പ്രോംപ്റ്റ്സ് കിട്ടും. ഫോർ മെൻ്റൽ ഹെൽത്ത്, ഫോർ സെൽഫ് കെയർ ഓർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രോംപ്റ്റ്സ് കിട്ടും. ഇഫ് യു വോണ്ട് ഐ ജസ്റ്റ് ട്രൈ ടു പുട്ട് സം ഓഫ് ദി പ്രോംപ്റ്റ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എക്സാമ്പിൾ എന്തെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ നോക്കാം. സോ വീഡിയോ കഴിഞ്ഞിട്ട് ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം അതുപോലുള്ള പ്രോംപ്റ്റ്സിലൂടെ നമുക്ക് നമ്മളെ തന്നെ സെൽഫ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. നമ്മളിൽ തന്നെ നമുക്കതിൻ്റെ ആൻസേഴ്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് നമ്മളെക്കുറിച്ചുള്ള കുറേ കൂടെ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇപ്പം ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ലൈക്ക് വെർ യു ഹാപ്പി ലാസ്റ്റ് ഇയർ? നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്സിന് വേണ്ടി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞ വർഷം ഏറ്റവും പ്രൗഡായിട്ട് തോന്നിയ മൂമെൻറ്റ് എന്തൊക്കെയാണ്? ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് നമ്മളെ തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പം എന്തായാലും ഈ പ്രോസസ്സിന് വേണ്ടിയിട്ട് പ്രോംപ്റ്റ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതുപോലുള്ള ക്വസ്റ്റ്യനേഴ്സ് യൂസ് ചെയ്യുക കേട്ടോ. ആഫ്റ്റർ ബ്രെയിൻ ഡംപിങ് നോയിങ് യുവർ സെൽഫ്, അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ്. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ലൈഫിൽ ഉള്ള ആൾക്കാർ, നമ്മുടെ ലൈഫിലുള്ള സാധനങ്ങൾ, അതിനെല്ലാത്തിനും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം, അല്ലേ? സോ നമ്മുടെ പ്രശ്നങ്ങൾ എണ്ണുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒന്നാണ് നമുക്കുള്ള കാര്യങ്ങൾ വാല്യൂ ചെയ്യാൻ, അല്ലെങ്കിൽ അതിൽ ഹാപ്പി ആവാൻ, അല്ലേ? വർഷം അവസാനിക്കുമ്പോഴെങ്കിലും അത് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് നമ്മുടെ ലൈഫിൽ ഇല്ലാത്തത് കൗണ്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കുള്ള ആൾക്കാർ, നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലി, നമുക്കുള്ള പൈസ, നമുക്കുള്ള സ്റ്റേറ്റസ്, നമുക്കുള്ള വീട്, അതിനെല്ലാം നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. ബിക്കോസ് ഇതൊന്നും ഇല്ലാത്ത പലരും ഈ ലോകത്തുണ്ട്, അല്ലേ? അപ്പം ഇതൊക്കെ ഉള്ള നമ്മൾ എത്ര ഹാപ്പി ആയിട്ടിരിക്കണം. സോ ഐ തിങ്ക് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം നമ്മൾ ഇതിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പം സെക്കൻഡ് മെയിൻ പോയിന്റ് ഇസ് റിഫ്ലക്റ്റിംഗ് ഓൺ യുവർ സെൽഫ്, ആൻഡ് അതിൽ വന്ന സബ് ഡിവിഷൻസ് ആണ് ബ്രെയിൻ ഡംപിങ്, നോയിങ് യുവർ സെൽഫ് ആൻഡ് മേക്കിംഗ് എ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ്. ഇനി അടുത്ത തേർഡ് മെയിൻ ഹെഡ് ഇസ് ഡീപ്ലി ക്രോസ് ചെക്കിംഗ് 2020. ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടെ ഒരു ടാസ്ക് ബേസ്ഡ് സംഭവങ്ങളാണ് കേട്ടോ. സോ ഈ തേർഡ് ഹെഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ ആദ്യത്തെ കാര്യമാണ് ടു ഫൈൻഡ് തിങ്സ് ദാറ്റ് മേഡ് യു ഹാപ്പി. ഈ വർഷം 2020 വാസ് നോട്ട് സംതിങ് ദാറ്റ് വി ഓൾ എക്സ്പെക്റ്റഡ്. ഇതൊരു സംഭവ ബഹുലമായ ഒരു വർഷം തന്നെയായിരുന്നു. ഈ വർഷം നമുക്ക് ആവശ്യത്തിനും കൂടുതൽ സമയം കിട്ടി, അല്ലേ? അപ്പോൾ നമ്മളിൽ കുറേ പേർ ഇതുവരെ ചെയ്യാത്ത പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. ബോറടി മാറ്റാനാണ് ബേസിക്കലി.
ബട്ട് സ്റ്റിൽ നമ്മൾ കുറേ പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്തു. ചിലർ വരയ്ക്കാൻ തുടങ്ങി, ചിലർ DIYs ചെയ്യാൻ തുടങ്ങി, ചിലർ കുറേ ചെടി വളർത്താൻ തുടങ്ങി. ഇങ്ങനത്തെ പല കാര്യങ്ങളും ട്രൈ ചെയ്തു അല്ലേ? എന്നിട്ട് ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളായിട്ട് എന്തായാലും കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷവും നിങ്ങൾ വേറെയുള്ള എല്ലാ പ്രശ്നങ്ങളും മറന്ന് അത് കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഈ വർഷം ഉറപ്പായിട്ട് ഫൈൻഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ പലപ്പോഴും നമ്മൾ തിരിച്ചറിഞ്ഞു എന്ന് വരില്ല കേട്ടോ. അങ്ങനെയുള്ളൊരു കാര്യം എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. എന്തിനാണെന്ന് ചോദിച്ചാൽ ബിക്കോസ് ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് യു നീഡ് ടു കണ്ടിന്യൂ. ഈ വർഷം മാത്രം ചെയ്ത് അടുത്ത വർഷം ലൈഫ് ബാക്ക് ടു നോർമൽ വരാൻ നേരത്ത് ഉപേക്ഷിക്കേണ്ട ഒന്നല്ല അത് നമ്മൾ നമ്മുടെ കൂടെ കണ്ടിന്യൂ ചെയ്യേണ്ട ഒന്നാണ്. സോ ടേക്ക് സം ടൈം ഔട്ട് ആൻഡ് ഫൈൻഡ് ദാറ്റ് വൺ തിങ് ഓർ ഹോബി ദാറ്റ് മേഡ് യു ഹാപ്പി. ഫൈൻഡ് ടാസ്ക് ദാറ്റ് വാസ് അൺഫിനിഷ്ഡ് ഓർ ഇൻകംപ്ലീറ്റഡ്. നമ്മൾ 2020 തുടങ്ങിയപ്പം പല ടാസ്കും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും, പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള സംഭവങ്ങൾ ഫൈൻഡ് ചെയ്യുക. അത് മാത്രമല്ല, നമ്മൾ അച്ചീവ് ചെയ്യാത്ത ചില ഗോൾസ് ഉണ്ടാവും അല്ലേ? നമ്മൾ ഈ വർഷം ഇന്ന കാര്യം അച്ചീവ് ചെയ്തിരിക്കണം, ഇതാണ് നമ്മുടെ ഗോൾ. ഈ വർഷത്തിനുള്ളിൽ നമ്മൾ ഇപ്പം എന്താണോ നിങ്ങളുടെ ഗോൾ അതനുസരിച്ച് ഈ വർഷത്തിനുള്ളിൽ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഈ വർഷത്തിനുള്ളിൽ ഞാൻ ഇത്രയും പൈസ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഈ വർഷത്തിനുള്ളിൽ ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കും. ഇങ്ങനത്തെ പല പല ചെറുതും വലുതുമായിട്ടുള്ള ഗോൾസ് നമ്മളെ ലൈഫിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ബട്ട് ദെൻ 2020 ഹാപ്പൻഡ്. അപ്പം നമ്മളെല്ലാവരും വീട്ടിലായി പോയില്ലേ? അതിൽ കുറേ നല്ല കാര്യമുണ്ട്, ബട്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ ഗോൾസ് ചിലപ്പോൾ നമുക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ അങ്ങനത്തെ എന്തെങ്കിലും ഗോൾസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ ഫൈൻഡ് ദോസ് ഔട്ട്. ഇത് നിങ്ങൾ ഗോൾസ് എല്ലാ വർഷവും എഴുതിയിടുന്നവരാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി ടു ഫൈൻഡ് ദോസ് ഗോൾസ്. അതല്ലെങ്കിൽ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനെ ഞാൻ ഈ വർഷം ചെയ്യണം എന്ന് ആഗ്രഹിച്ച് എന്ത് കാര്യമാണ് ഞാൻ ചെയ്യാതെ പോയത്, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാതെ പോയത്. നമ്മൾ എന്തിനാണ് ഈ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഗോൾസ് ഓർ അൺഫിനിഷ്ഡ് ടാസ്ക് കണ്ടുപിടിക്കുന്നത്? എന്തിനാണെന്ന് വെച്ചാൽ ഈ ബാക്കിയുള്ള ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്കത് ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്ന് നോക്കുക. പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. ഇനി പറ്റാത്ത കാര്യങ്ങൾ, ഇതിലേതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്, ഇതിലേതൊക്കെയാണ് റെലവൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതിലേതൊക്കെയാണ് നമ്മൾ അടുത്ത വർഷമാണേലും ഡെഫിനറ്റ് ആയിട്ടും കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ബിക്കോസ് പല കാര്യങ്ങളും വിൽ ബി നോ മോർ റെലവൻറ്റ്, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ചിലപ്പം അതിനോടുള്ള ഇൻട്രസ്റ്റ് പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ തന്നെ വിട്ടേക്കുക. അത് നമ്മളിനി അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർ തിങ്സ് ദാറ്റ് യു സ്റ്റിൽ വോണ്ട് ടു അച്ചീവ്, അങ്ങനത്തെ കാര്യങ്ങൾ 2020 മാറ്റി വെക്കുക. ബിക്കോസ് ഇൻ 2020 വിൽ ബി ഡെഫിനറ്റ്ലി ഫിനിഷിങ് ദോസ് ഓഫ്. അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ തന്നെ വിട്ടേക്കുക. അത് നമ്മളിനി അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർ തിങ്സ് ദാറ്റ് യു സ്റ്റിൽ വോണ്ട് ടു അച്ചീവ്, അങ്ങനത്തെ കാര്യങ്ങൾ 2020 മാറ്റി വെക്കുക. ബിക്കോസ് ഇൻ 2020 വിൽ ബി ഡെഫിനറ്റ്ലി ഫിനിഷിങ് ദോസ് ഓഫ്. ലാസ്റ്റ് ഹെഡ്, ദാറ്റ് ഈസ് നാലാമത്തെ കാര്യം. ഇറ്റ് ഈസ് നത്തിങ് അതർ ദാൻ പ്രിപ്പയറിങ് ഫോർ 2021. നമ്മൾ കഴിഞ്ഞ വർഷം നോക്കിയിരുന്നാൽ മാത്രം പോരല്ലോ, നമുക്ക് മുന്നിൽ കിടക്കുന്ന ഒരു വർഷത്തെക്കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണ്ടേ അല്ലേ? ഇതിലുള്ള ഫസ്റ്റ് ആൻഡ് ദി ഫോർമോസ്റ്റ് കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഗെറ്റ് യുവർ സെൽഫ് പ്ലാനേഴ്സ്. പ്ലാനിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പലവരും ഇപ്പം തന്നെ ഓൾറെഡി പ്ലാനേഴ്സ് വാങ്ങിച്ചു കാണും. ബിക്കോസ് പ്ലാനേഴ്സ് ആർ വെരി വെരി യൂസ്ഫുൾ തിങ്സ്. പ്ലാനേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് വേ മോർ ഈസിയർ ആയിരിക്കും. കുറേ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ആവും. സോ ഡെഫിനറ്റ്ലി കൺസിഡർ ബൈയിങ് എ 2021 പ്ലാനർ. ഇഫ് യു ആർ നോട്ട് എ പ്ലാനിങ് പേഴ്സൺ, നിങ്ങൾ ഇതുവരെ പ്ലാനിങ് ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ അതിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല എന്നാണെങ്കിൽ I would definitely suggest you, please give it a shot this year. ഈ വർഷം നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കൂ പ്ലാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, വാട്ട് ഇഫ് ഇറ്റ് വർക്ക്സ് ഔട്ട്? നമുക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ. ഒരു പ്ലാനർ വാങ്ങിച്ച് ഈ വർഷത്തെ ഡേ ടു ഡേ പ്ലാനിങ്ങും ഒക്കെ ആ പ്ലാനറിലൊന്ന് പ്ലാൻ ഔട്ട് ചെയ്ത് നോക്കിയേ, എന്തെങ്കിലും ഡിഫറൻസ് വരുമോ എന്ന് നോക്കാമല്ലോ. ഡിഫറൻസ് ഉറപ്പായിട്ടുണ്ടാവും, അതിൽ ഒരു ചോദ്യവും ഇല്ല. പക്ഷേ പ്ലീസ് ബി റെഗുലർ വിത്ത് ഇറ്റ്. നിങ്ങൾ ഒരു പ്ലാനർ വാങ്ങിച്ച് റെഗുലറായിട്ട് അതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതിലൂടെ ഇവൻച്വലി യു മൈറ്റ് ജസ്റ്റ് ഫോൾ ഇൻ ലവ് വിത്ത് ഇറ്റ് അല്ലേ? അപ്പം ഞാൻ പറയും, ബിഗിനേഴ്സാണ് അല്ലെങ്കിൽ ഇതുവരെ പ്ലാനർ വാങ്ങിച്ചിട്ടില്ല എന്നുള്ളവരാണെങ്കിൽ
പ്ലീസ് ഡെഫിനറ്റ്ലി കൺസിഡർ ബൈയിങ് വൺ ഫോർ ദിസ് ഇയർ. ഓക്കെ, പ്ലാനർ വാങ്ങിക്കൂ എന്ന് പറയുന്നതിൽ തന്നെ വളരെ വലിയൊരു കൺഫ്യൂഷനാണ്. ബിക്കോസ് ഇപ്പം ആമസോൺ ഓർ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന പ്ലാനേഴ്സിൻ്റെ ഓപ്ഷൻ ഇസ് വെരി ലിമിറ്റഡ്. നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ടിപ്പിക്കൽ പ്ലാനേഴ്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. യു നീഡ് ടു വെഞ്ചർ ഇൻ ടു പ്ലാനേഴ്സ് ആൻഡ് ഫൈൻഡ് ഡിഫറെൻറ്റ് പ്ലാനേഴ്സ്. ബിക്കോസ് എല്ലാ പ്ലാനറും സെയിം അല്ല. എവറി പ്ലാനേഴ്സ് ആർ ഡിഫറെൻറ്റ് ഇൻ വൺ ഓർ ദി അതർ വേ. അപ്പം നിങ്ങൾക്ക് എന്താണ് ആവശ്യം, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ട്രാക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാനറിൽ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്നൊക്കെ നോക്കി പിന്നെ നിങ്ങളുടെ ബഡ്ജറ്റും കൂടെ കൺസിഡർ ചെയ്ത് ഒരു പ്ലാനർ വാങ്ങിക്കുക. ഇനി ഏതൊക്കെ പ്ലാനറാണ് മാർക്കറ്റിലുള്ളതെന്നുള്ള സംശയം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ ഇൻസ്റ്റാഗ്രാം ചെക്കൗട്ട് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഹൈലൈറ്റ് സെഷനിൽ പ്ലാനേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഹൈലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ എനിക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയ എല്ലാ പ്ലാനേഴ്സിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് there is around 30+ planners that are available in India. എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കിട്ടും. സോ അതിൽ പോയി എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്ലാനേഴ്സ് ഓപ്ഷൻസ് കിട്ടും. എന്നിട്ട് പ്ലീസ് ഗോ ത്രൂ ഈച്ച് പ്ലാനർ ആൻഡ് ചൂസ് ദി ബെസ്റ്റ് വൺ ഫോർ യു. ഞാൻ 2021 വാങ്ങിച്ച പ്ലാനർ സ്പേസ് ആൻഡ് ബ്യൂട്ടിയുടെ ലെറ്റ്സ് ഗോൾ 2021 പ്ലാനറാണ്. അത് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, റാൻഡം ഹോൾ വീഡിയോയിൽ. സോ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ആ പ്ലാനറിനെ കുറിച്ച് ചെറിയൊരു റിവ്യൂ പോലെ ഇടാമെന്ന് വിചാരിക്കുന്നു. സോ പ്ലീസ് കൺസിഡർ ഫോളോയിങ് മീ ഓൺ ഇൻസ്റ്റാഗ്രാം ടു ഗെറ്റ് ദീസ് ലിറ്റിൽ ഇൻഫർമേഷൻസ്. ഇനി നിങ്ങൾക്കൊരു ട്രഡീഷണൽ പ്ലാനർ വാങ്ങാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ പറഞ്ഞുതരാം അല്ലേ. ബിക്കോസ് പ്ലാനേഴ്സിൽ കുറേ കാര്യങ്ങളുണ്ടാവും വിച്ച് ഇസ് വെൽ ആൻഡ് ഗുഡ്. ചിലപ്പം ബിഗിനേഴ്സിന് കുറച്ചൊരു ഓവർവെൽമിങ് ആയിട്ട് തോന്നാം, പക്ഷേ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇറ്റ് വിൽ ബി വെരി ഗുഡ്. പക്ഷേ എനിക്ക് ഒരു പ്ലാനറിൽ അല്ലെങ്കിൽ ഒരു പ്ലാനിങ് പ്രോസസ്സിൽ മസ്റ്റ് വേണം എന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. സോ ഐ വുഡ് സജസ്റ്റ് യു, നിങ്ങൾ പ്ലാനർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണെങ്കിൽ ഗെറ്റ് സം ബുക്സ്, നോട്ട്ബുക്സ്. കുറച്ച് ചെറിയ നോട്ട്ബുക്സ് വാങ്ങിച്ച് വെക്കുക. അതിൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ പ്ലാനിങ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ്. സോ ഞാൻ പറയാൻ തുടങ്ങിയ ചറപറയെന്ന് വേണ്ടിക്കൊണ്ടിരിക്കും, ഈ വീഡിയോ ലോങ് ആവും. സോ നമുക്ക് വേഗം അടുത്ത കാര്യത്തിലോട്ട് കടക്കാം. ദാറ്റ് ഈസ് സെറ്റിംഗ് ദി ഗോൾസ്. സെറ്റിംഗ് ദി ഗോൾസ് ഫോർ നെക്സ്റ്റ് ഇയർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത വർഷം തുടങ്ങി കഴിഞ്ഞിട്ടല്ല നമുക്ക് അടുത്ത വർഷം എന്താ വേണ്ടതെന്ന് ആലോചിക്കുക. ഈ വർഷം അവസാനം തന്നെ നമുക്ക് വേണ്ട ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് അറ്റ്ലീസ്റ്റ് നമുക്ക് വേണ്ട മേജർ 3 ഗോൾസ് എങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് ഈ വർഷം തുടങ്ങുമ്പോൾ തൊട്ട് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ബട്ട് അറ്റ്ലീസ്റ്റ് മേജർ 3 ഗോൾസ് നമ്മൾ മനസ്സിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കണം. അടുത്തത് ഒരു ഓപ്ഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ദാറ്റ് ഈസ് വിഷൻ ബോർഡ്. നിങ്ങൾ പലരും കേട്ട് കാണും വിഷൻ ബോർഡ്. കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പിക്ചർ ഇൻസേർട്ട് ചെയ്യാം സോ ദാറ്റ് യു പീപ്പിൾ ഗെറ്റ് ടു നോ വാട്ട് ഇസ് വിഷൻ ബോർഡ് എന്നുള്ളത്. ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് അല്ലെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ബോർഡ് പോലെ സെറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ പിക്ചേഴ്സ് പ്രിൻ്റ് ഔട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് വെക്കുകയാണ് അല്ലെങ്കിൽ ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണ്. ദാറ്റ് ഈസ് ബേസിക്കലി വിഷൻ ബോർഡ്. ഇത് ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വിഷ്വലൈസേഷൻ. നമ്മൾക്ക് അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഡെയിലി വേണ്ട ഒരു പുഷ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ എന്നും നമ്മൾ അത് കണ്ട് എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ എന്നും രാവിലെ നമ്മളത് കാണുമ്പോൾ വി നോ ഇതാണ് നമുക്ക് വേണ്ടത്, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ലേസി ആയിട്ടിരിക്കുമ്പം ആ ഒരു മോട്ടിവേഷൻ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഗോൾസ് കാണുമ്പോൾ വിൽ ബി ലൈക്ക് നോ വി ഷുഡ് നോട്ട് ബി ലേസി ലൈക്ക് ദിസ്, വി നീഡ് ടു വർക്ക് എന്ന് തോന്നും. അതാണ് ബേസിക്കലി വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. വിഷ്വലൈസേഷൻ ഇൻ ജനറൽ ഈസ് ഡ്രീമിങ് അബൌട്ട് വാട്ട് വി നീഡ് ഇൻ അവർ ലൈഫ് ഓർ അബൌട്ട് അവർ ഗോൾസ്. വിഷ്വലൈസ് ചെയ്താൽ തന്നെ പല കാര്യങ്ങളും നടക്കും എന്നാണ് പറയുന്നത്. വാട്ട് വി തിങ്ക് കംസ് ടു അസ് എന്നാണല്ലോ. സോ ഇതായിരുന്നു തേർഡ് തിങ്. ആസ് സച്ച് ഒരു വിഷൻ ബോർഡ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ദർ ഇസ് എ സ്മോൾ ടിപ്പ് ഫ്രം മൈ സൈഡ്. ഇതിൻ്റെ മെയിൻ കാര്യം ആണ് നമ്മൾ നോക്കേണ്ടത്. സോ എനിക്കും പേഴ്സണലി ഒരു വിഷൻ ബോർഡ് ഇല്ല. സോ എനിക്ക് അങ്ങനെ ഒരു വിഷൻ ബോർഡ് ആക്കാൻ പറ്റില്ല. സോ വാട്ട് ഐ ആം പ്ലാനിങ് ഇസ് ടു മേക്ക് എ DIY കൈൻഡ് ഓഫ് ഇറ്റ്. ദാറ്റ് ഈസ് നമ്മുടെ ഗോൾസ്, നമുക്ക് വേണ്ട മോട്ടിവേഷൻ എല്ലാം ചേർന്നുകൊണ്ട് നമ്മൾ അതുപോലുള്ളൊരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഡിജിറ്റലായിട്ട് ക്രിയേറ്റ് ചെയ്ത് അത് പ്രിൻ്റ് ഔട്ട് ചെയ്ത് നമ്മുടെ റൂമിൽ പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്.
ഓർ ഫ്രെയിം ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ദാറ്റ് വിൽ ബി എ ഈസി വേ ടു ഗോ. സോ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ എൻഡിലോട്ട് അടുക്കുകയാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ബോണസ് ടിപ്സ് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പം അതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടെ ഷെയർ ചെയ്യാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്നെപ്പോലെ മടിച്ചികളും മടിയന്മാരും ഉണ്ടെങ്കിൽ അവർക്കുള്ളൊരു മോട്ടിവേഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ വീഡിയോ ലൈവ് ആവുന്നത് തൊട്ട് അപ്രോക്സ് ഒരാഴ്ച മാത്രമേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ, ന്യൂ ഇയർ ആവുന്നതിന് മുന്നേ. സോ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഇതൊക്കെ നമ്മൾ എങ്ങനെ ചെയ്ത് തീർക്കും, ഇതൊക്കെ നമുക്ക് തീർക്കാൻ പറ്റുമോ എന്നുള്ളത്. ബിക്കോസ് ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ് ടു സ്റ്റാർട്ട് എന്നാണല്ലോ. സോ ലെറ്റ്സ് ടേക്ക് ദിസ് മൂമെൻറ്റ് ടു സ്റ്റാർട്ട്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾ ഫ്രീ ആണെങ്കിൽ അപ്പം തൊട്ട് ഓർഗനൈസിങ് ആൻഡ് ഡീക്ലട്ടറിങ് പ്രോസസ്സ് ചെയ്തു തുടങ്ങുക. സോ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ടേക്സ് സോ മച്ച് ഓഫ് ടൈം. വേറെയുള്ള കാര്യങ്ങളൊന്നും അധികം സമയം എടുക്കുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഡീക്ലട്ടർ ആൻഡ് ഓർഗനൈസിങ് പ്രോസസ്സ് നിങ്ങൾ അപ്പം തന്നെ തുടങ്ങാം കേട്ടോ. എന്നും കുറച്ചായിട്ട് ചെയ്താൽ തന്നെ എന്തായാലും തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ ഈ ഓർഗനൈസിങ് ആൻഡ് ഡീക്ലട്ടറിങ് എന്ന് പറയുന്നത്. സോ സ്റ്റാർട്ട് നൗ. പിന്നെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യാമെന്നല്ലേ? ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ മീ. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുക. നമുക്ക് ഈ പ്രോസസ് ദാറ്റ് ഈസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ബിഫോർ 2021 വിൽ ഡു ഇറ്റ് ടുഗെദർ. ഞാനൊരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്ത് എല്ലാ ദിവസവും ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് നമുക്ക് ഫിക്സ് ചെയ്യാം. എന്നിട്ട് വിൽ ഗെറ്റ് ദാറ്റ് തിങ് ഡൺ ഓൺ ദാറ്റ് ഡേ. ഇത് നിങ്ങൾക്കും ബെനിഫിഷ്യൽ ആണ്. ആരെങ്കിലും കൂടെ ഒക്കെ ചെയ്യുമ്പം യു വിൽ ഓൾസോ ഗെറ്റ് ഇറ്റ് ഡൺ. നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ട് ചെയ്യുമ്പം ഞാനും അത് ചെയ്യുന്നതായിരിക്കും. സോ നമുക്കിതൊരു മ്യൂച്വൽ ബെനിഫിറ്റ് ആണ്. ലെറ്റ്സ് ബി ഫ്രണ്ട്സ് ആൻഡ് ലെറ്റ്സ് ഡു ദിസ് ടുഗെദർ. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരത്ത് ഡു ലെറ്റ് മീ നോ യുവർ കമൻറ്റ്സ് ഓർ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ പിക്സൊക്കെ എന്നോട് ഷെയർ ചെയ്യുക. DM ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ്, എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെന്നാണെങ്കിൽ ഷുവറായിട്ടും DM ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബോണസ് ടിപ്സിലോട്ട് പോകാം. 4 ബോണസ് ടിപ്സ് ഉണ്ട് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് അല്ലേ. ഫസ്റ്റ് വൺ ഇസ് ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ്. യു നീഡ് ടു ഗെറ്റ് എ ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ് ബിഫോർ 2021. ഇത് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ആവശ്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. ഒരു കുഴപ്പമില്ല. ഇഫ് യു ആർ ഫിറ്റ്, വെൽ ആൻഡ് ഗുഡ്, നല്ല കാര്യം, കീപ്പ് ഇറ്റ് അപ്പ്. പക്ഷേ ചെറിയ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഐ ടെസ്റ്റ്. ഞാനും സ്പെക്സ് ഇടുന്ന ഒരു ആളാണ്, എനിക്കും ഐസൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. സോ ഇയർലി എങ്കിലും നമ്മൾ ഡോക്ടറിനെ വിസിറ്റ് ചെയ്ത് നമ്മുടെ റെഗുലർ ഐ ടെസ്റ്റ് ചെയ്യേണ്ട ഒന്നാണ്. ഈ വർഷം പലർക്കും പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലൊന്നും പോകുന്ന കാര്യം ഫീസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പലവരും അത് ചെയ്തിട്ടുണ്ടാവില്ല. സോ അങ്ങനെ നിങ്ങൾ ഐ ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ബിഫോർ എ ഇയർ സ്റ്റാർട്ട്സ് പ്ലീസ് കൺസിഡർ ഡൂയിങ് ഇറ്റ്. അതുപോലത്തെ എന്തെങ്കിലും റെഗുലർ ചെക്കപ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ വേദനകളൊക്കെ ഉണ്ട് ബട്ട് യു ഹാവ് ബീൻ ഇഗ്നോറിങ് ദാറ്റ് ഫോർ ലോങ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ബിഫോർ എ ന്യൂ ഇയർ സ്റ്റാർട്ട്സ് ലെറ്റ്സ് ജസ്റ്റ് കൺസൾട്ട് എ ഡോക്ടർ ആൻഡ് അതിനൊരു ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. സോ വിസിറ്റിംഗ് എ ഡോക്ടർ ബിഫോർ 2021 ഇസ് റിയലി എസെൻഷ്യൽ. ടിപ്പിക്കൽ ഹോസ്പിറ്റൽസിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പോകാൻ പറ്റില്ല എന്നാണെങ്കിൽ യു ക്യാൻ ഗോ ടു എ പ്രൈവറ്റ് ക്ലിനിക്കോ സംതിങ് അല്ലേ. അപ്പോൾ അത്രയും പ്രശ്നം വരില്ലല്ലോ. പ്ലീസ് ഡു കീപ്പ് ഇൻ യുവർ മൈൻഡ് യുവർ സേഫ്റ്റി ആൻഡ് ദെൻ ഗോ. അടുത്തത് ലോങ് പെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ. Get it done. It is high time that you get it done. കുറേ കാലമായിട്ട് നമ്മളിങ്ങനെ പ്രോക്രാസിനേറ്റ് ചെയ്ത് ചെയ്യാതെ വെച്ചിരിക്കുന്ന 1-2 കാര്യങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഉണ്ടാവും. ചിലപ്പോൾ അതിൽ കൂടുതലും ഉണ്ടാവും, പക്ഷെ 1-2 കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവും. എന്തെങ്കിലും ഒരു കാര്യം, അത് പിന്നെ ചെയ്യാം, അത് പിന്നെ ചെയ്യാം, ഇപ്പം നെസസറി ഒന്നും അല്ലല്ലോ, അത് പിന്നെ ചെയ്യാം, അങ്ങനെ പറഞ്ഞ് വെച്ചിട്ടുള്ള ആ കാര്യങ്ങൾ ഗെറ്റ് ഇറ്റ് ഡൺ. എത്ര പറ്റുമോ അത്രയും ജസ്റ്റ് ഡു ഇറ്റ്. ടെൽ യുവർ സെൽഫ് ഇറ്റ്സ് ഹൈ ടൈം. ഒരു വർഷം തീരാറായി, അടുത്ത വർഷം ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് ബിഹൈൻഡ് മൈ ഹെഡ് അഗെയിൻ, ലെറ്റ് മീ ഫിനിഷ് ഇറ്റ് ഓഫ് എന്ന് പറഞ്ഞൊരു തീരുമാനം എടുത്ത് ആ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്ത് തീർത്തേക്കുക. അപ്പോൾ കുറേ സമാധാനം കിട്ടും. അങ്ങനെ ഒരു കാര്യം ചെയ്ത് തീർക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് സംതിങ് ബിയോണ്ട് യുവർ എക്സ്പെക്റ്റേഷൻ. ഞാനത് എക്സാജറേറ്റ് ചെയ്യാതിരിക്കുന്നു ചിലർക്ക് തോന്നും, ബട്ട് നോ, നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും അങ്ങനെ ഒരു കാര്യം ചെയ്ത് തീർത്താനുള്ള സന്തോഷം. നെക്സ്റ്റ് തിങ് ഇസ് ഡൂയിങ് സംതിങ് ദാറ്റ് മേക്സ് യു ഹാപ്പി. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ചെറിയൊരു കാര്യം, നമ്മളെ ഒന്നും നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടി തന്നെയല്ല ഓരോന്ന് ചെയ്യുന്നതെന്ന്. നോ, ഒരു വർഷം തീരുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ഒരു പുതിയ വർഷം തുടങ്ങുന്നതിന് മുമ്പേ
ഫൈൻഡ് സം ടൈം ഫോർ യുവർ സെൽഫ് ആൻഡ് ഡൂ സംതിങ് ദാറ്റ് മേക്സ് യു ഹാപ്പി. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് മാറും. ഓരോരുത്തർക്കും ഓരോ കാര്യത്തിനോടായിരിക്കും താല്പര്യം, ഓരോ കാര്യമായിരിക്കും അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. സോ ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ യു. ഫൈൻഡ് ദാറ്റ് തിങ് ആൻഡ് ഡു ദാറ്റ് തിങ്. അത് നിങ്ങൾക്ക് എന്തായാലും ഒരു കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് ഫ്രഷ് ഫീലിംഗ് തരും. കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, ബീച്ചിൽ പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ കുറേ നാളായിട്ട് പോകണം എന്ന് വിചാരിച്ചിരുന്ന ഒരു സ്ഥലം, നോട്ട് സോ ഫാർ, ഒരു നിയർ ബൈ ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് പോവുക, അല്ലെങ്കിൽ നിങ്ങൾ കുറേ നാളായിട്ട് വിസിറ്റ് ചെയ്യാത്ത ഒരാളെ വിസിറ്റ് ചെയ്യുക. ഇതൊക്കെ ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. സോ കൺസിഡർ ഡൂയിങ് ദിസ്. ഇഫ് യു ആർ നോട്ട് സോ ഹാപ്പി വിത്ത് ഗോയിങ് ഔട്ട്സൈഡ്, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നതിനോട് നിങ്ങൾക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ അത് സേഫ് അല്ല എന്നാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഡൂ ദാറ്റ്. അതിന് പകരം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ സന്തോഷം കിട്ടുന്ന പല കാര്യങ്ങളും ഉണ്ട്. ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ പഴയ ഫ്രണ്ട്, കുറേ നാളായിട്ട് മിണ്ടാത്ത ഒരു പഴയ ഫ്രണ്ട്, ആ ആളൊന്ന് വിളിച്ചു നോക്കുക, അല്ലെങ്കിൽ ആ ആൾക്കൊന്ന് മെസ്സേജ് അയച്ചു നോക്കുക. അത് തന്നെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യമാണ് അല്ലേ. പണ്ടത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നൊസ്റ്റു അടിച്ചിരിക്കാം അല്ലേ. സോ അതൊരു സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇനി അതും അല്ലെങ്കിൽ വേറൊരു കാര്യം ഞാൻ പറയാം, ഓട്ടോഗ്രാഫ് ബുക്സ്. നമ്മുടെ പണ്ടത്തെ സ്കൂളിലെയോ കോളേജിലെയോ ഒക്കെ ഓട്ടോഗ്രാഫ് ബുക്സ് എടുത്തൊന്ന് വായിച്ചു നോക്കിക്കേ. പണ്ടത്തെ നമ്മുടെ സ്കൂൾ ടൈംസ് ഓർ കോളേജ് ടൈംസ് ഒക്കെ റിമൈൻഡ് ചെയ്ത് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി മേക്ക് യു ഹാപ്പി, അല്ലെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി മേക്ക് യുവർ മൂഡ് അപ്പ്. സോ പ്ലീസ് കൺസിഡർ അറ്റ്ലീസ്റ്റ് ഡൂയിങ് ദീസ്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ബട്ട് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബ്രിങ് ദാറ്റ് സ്മൈൽ ഓൺ യുവർ ഫേസ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോൻ്റെ അവസാനത്തിലേക്ക് കടക്കുകയാണ്. ഇറ്റ് വാസ് എ ലോങ് വീഡിയോ അല്ലേ, പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളാരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ഇത് ഞാൻ അവസാനത്തേക്ക് വെച്ചെങ്കിൽ പോലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ കാര്യം എന്താണെന്നല്ലേ, 3 വാക്കേ ഉള്ളൂ. താങ്ക് യു, സോറി, ഫോർഗീവ്. ഈ 3 വാക്കുകളാണത്. ഇനി ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഈ 3 അങ്ങോട്ട് ചെയ്തേക്കാം, അത്രേ ഉള്ളൂ. എന്നുവെച്ചാൽ താങ്ക് യു. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ വി ആർ താങ്ക്ഫുൾ ടു സംവൺ, പക്ഷെ നമ്മൾ അവരടുത്ത് ആ സമയത്ത് താങ്ക് യു പറഞ്ഞില്ല, അല്ലെങ്കിൽ അവർ ചെയ്തത് നമുക്ക് വലിയ കാര്യമായിരുന്നെങ്കിൽ പോലും ഫോർ സം റീസൺ വി ഡിഡ്ന്റ് ടെൽ താങ്ക് യു. അങ്ങനെയുള്ളവരടുത്ത് താങ്ക് യു ഉറപ്പായിട്ടും പറയാം കേട്ടോ. ബിക്കോസ് അത് അവർക്കും ഒരു സന്തോഷമാവും. തിരിച്ചൊന്നും ചെയ്തില്ലെങ്കിലും വി ഫീൽ ഹാപ്പി ദാറ്റ് നമ്മൾ അവരെ താങ്ക് യു പറഞ്ഞ് അവരുടെ ആ എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്തു എന്നുള്ളത്. സോ ഡെഫിനറ്റ്ലി അങ്ങനെ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞു തീർക്കുക. രണ്ടാമത് സോറി. ഇതൊരു വലിയൊരു കാര്യമാണ് അല്ലേ. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് നമുക്ക് സോറി പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഇൻക്ലൂഡിങ് മീ. ഞാൻ എന്നെയും കൂടെ കൂട്ടിയാട്ടോ പറയുന്നത്. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമുക്ക് സോറി പറയാൻ ചിലപ്പോൾ നമ്മുടെ ഈഗോ നമ്മളെ അനുവദിച്ചു എന്ന് വരില്ല, നമ്മൾ സോറി പറഞ്ഞു എന്നും വരില്ല. പക്ഷേ ഒരു പുതിയ വർഷം തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് അങ്ങനത്തെ ഒന്നും മനസ്സിൽ വെക്കണ്ട. നമുക്ക് പേഴ്സണലി അറിയാം നമ്മൾ സോറി പറയേണ്ടതായിരുന്നു എന്ന്, അല്ലെങ്കിൽ സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. എങ്കിലും നമ്മുടെ ഈഗോ നമ്മളെ സമ്മതിക്കില്ല. അപ്പം നമ്മൾ ഈഗോനെ ബ്രേക്ക് ചെയ്ത് ഒരു സ്റ്റേൺ ഡിസിഷൻ എടുത്ത് ആ സോറി അങ്ങോട്ട് പറഞ്ഞേക്കാം. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്ത് നമുക്ക് ആ ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സോറി പറഞ്ഞ് നമുക്ക് ആ ഭാരം ഒന്ന് കുറയ്ക്കാം അല്ലേ. സോ സോറി പറയാൻ ആരടുത്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഹൈ ടൈം, പ്ലീസ് ഡു ഇറ്റ്. അടുത്തത് ഫോർഗീവ്. പറയുമ്പോൾ ചെറിയൊരു കാര്യമായിട്ട് തോന്നുമെങ്കിലും ഇത് വളരെ വലിയൊരു കാര്യമാണ്. നമ്മുടെ അടുത്ത് എന്തെങ്കിലും ദ്രോഹം ചെയ്തവരെ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തവരെ ക്ഷമിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല, അത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. സോ ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ബിക്കോസ് അങ്ങനെ നമ്മൾ ഒരാളെ ക്ഷമിച്ച് വിടുമ്പോൾ ആ ഒരു മാറ്റർ തന്നെ നമ്മളവിടെ ക്ലോസ് ചെയ്യാണ്. ഒരാളെക്കുറിച്ചും നമുക്ക് പകയോ ദേഷ്യമോ വൈരാഗ്യമോ വിദ്വേഷമോ ഒന്നും നമ്മുടെ മനസ്സിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. വി ആർ ജസ്റ്റ് ക്ലോസിങ് ദാറ്റ് ചാപ്റ്റർ ആൻഡ് സെൻഡിങ് ഇറ്റ് വിത്ത് 2020. ഇറ്റ് വിൽ ഗോ ഔട്ട് വിത്ത് 2020 ആൻഡ് ഫ്രഷ് ന്യൂ 2021 വിൽ വെൽക്കം us. അപ്പോൾ അങ്ങനെ ആരടുത്തെങ്കിലും ക്ഷമിക്കാനുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ആരടുത്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ദേഷ്യമോ വൈരാഗ്യമോ വിദ്വേഷമോ ഒക്കെ ഉണ്ടെങ്കിൽ
മാക്സിമം അതൊന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക കേട്ടോ. പുതിയ വർഷം നമുക്ക് ബ്രൈറ്റ് ആൻഡ് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മൾ വേറുള്ളവർക്ക് എന്തെങ്കിലും ഗെയിൻ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വേറുള്ളവർക്ക് എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്. നമ്മളിത് നമ്മുടെ മനസ്സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തായാലും സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും അല്ലേ? ഒരു താങ്ക് യു പറയുന്നതിലൂടെ, ഒരു സോറി പറഞ്ഞൊരു പ്രശ്നം സോൾവ് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ നമ്മൾ ഇത്ര നാൾ വൈരാഗ്യം വെച്ച് നടന്ന ഒരാളെ നമ്മൾ ക്ഷമിക്കുന്നതിലൂടെ നമുക്ക് എന്തായാലും പീസ് ഓഫ് മൈൻഡ് കിട്ടും. സോ നമ്മുടെ സ്വന്തം പീസ് ഓഫ് മൈൻഡിന് വേണ്ടിയിട്ടും നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ച് അതങ്ങോട്ട് ചെയ്തേക്കാം. ഓക്കെ, ഐ നോ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്, പക്ഷേ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയ വി ആർ സൂപ്പർമാൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഐ തിങ്ക് ഇറ്റ് വാസ് ഹെൽപ്ഫുൾ ഫോർ യു. എന്തെങ്കിലും രീതിയിൽ നിങ്ങളത് ഹെൽപ്പ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. പ്ലീസ് നിങ്ങൾ ഇതൊന്നും ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതൊക്കെ ചെയ്യാൻ. ദിസ് വിൽ ഡെഫിനറ്റ്ലി ചേഞ്ച് യുവർ ലൈഫ്. ഇതെന്തായാലും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരും. ആ കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. സോ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്തായാലും കംപ്ലീറ്റ്ലി ചെയ്യുക. എൻ്റെ കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുക ഇൻസ്റ്റാഗ്രാം ത്രൂ. സോ നമുക്കത് ഒന്നിച്ച് ചെയ്യാമല്ലോ. ഇനി താല്പര്യമില്ലാത്തവരാണെങ്കിൽ പോലും എന്തായാലും നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അറ്റ്ലീസ്റ്റ് എല്ലാം അല്ലെങ്കിൽ പോലും കുറച്ച് സെലക്റ്റഡ് തിങ്സ് എങ്കിലും ചെയ്യുക. ഇഫ് യു ഫൈൻഡ് ഇറ്റ് ഹെൽപ്ഫുൾ, പ്ലീസ് ഡു മെസ്സേജ് മീ ഓർ കമൻറ്റ് ബിലോ ആൻഡ് ലെറ്റ് മീ നോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ ഹാവ് പുട്ട് മൈ ഹാർട്ട് ആൻഡ് സോൾ ഇൻ ടു ഇറ്റ്. പ്ലീസ് ഡു സപ്പോർട്ട് മീ ബൈ ലൈക്കിംഗ് ആൻഡ് ഷെയറിംഗ് ദിസ് വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.